ഇന്ന് നോൻപിന്റെ 15-ാം ദിവസം. ഒരു സംഭവം പറയാം. വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വഴക്ക് സ്ഥിരമായി കേൾക്കുന്നത് ഇളയ മകനാണ്. ഒരിക്കൽ ദേഷ്യം പിടിച്ച് അവൻ ഇറങ്ങിപ്പോയി. ഒത്തിരി ദൂരം നടന്നതിനു ശേഷം ദേഷ്യം ശമിച്ചപ്പോൾ അവൻ ഓർത്തു, ഞാൻ ദേഷ്യം പിടിച്ചിരുന്നാൽ അപ്പനാണ് മറ്റുള്ളവരുടെ മുൻപിൽ തോറ്റുപോകുന്നത്. അപ്പൻ എല്ലാം അറിയാം. ഞാനും അത് മനസ്സിലാക്കുമെന്ന് കരുതിയിട്ടല്ലേ എന്നോട് വഴക്കുണ്ടാക്കുന്നത്. അപ്പൻ അങ്ങനെ തോൽക്കാൻ പാടില്ല. വഴക്ക് പറയുമ്പോൾ ആ മുഖത്ത് സങ്കടം ഇരച്ചു കയറുന്നത് കണ്ടതാണ്. അങ്ങനെ അവൻ തിരികെ വീട്ടിലേക്ക് ചെന്നു. അവനെ കണ്ടപ്പോഴാണ് അപ്പന്റെ ശ്വാസം നേരെ വീണത്. അവിടെ അവരിരുവരുടെയും മനസ്സ് സന്തോഷത്താൽ പ്രകാശപൂർണമായി. അപ്പന് മകനെയും മകന് അപ്പനെയും തിരിച്ചറിയാൻ സാധിച്ച ആ നിമിഷമാണ് അവരുടെ ജീവിതം പ്രകാശം നിറച്ചത്. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം. നമ്മുടെ ജീവിതം ദൈവിക സാന്നിധ്യത്താൽ പ്രകാശപൂർണമാകട്ടെ.